നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേദയ്ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 18th വരെ വേദയ്ക്ക് എക്സാം ഉണ്ട്. ഇന്ന് ഏത് സബ്ജക്റ്റടാ? ഹിന്ദി. എൻ്റെ മാവ് നിറയെ മാങ്ങ നിൽക്കണം. 3 മാങ്ങ നിൽക്കുന്നു. മൂന്ന് മാങ്ങ നിൽക്കണം. വെള്ളം ഒഴുപ്പൊന്നുമില്ല, എങ്കിലും മാവ് നന്നായിട്ട് നിൽപ്പുണ്ട്. തേങ്ങ മാത്രമല്ലേ ഉള്ളൂ? തേങ്ങയും പഴവും ഉണ്ട്. പുട്ടിൻ്റെ മാവ്, തേങ്ങ, പഴം. ഒരു പ്രത്യേക തരം ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അരിമാവ്, ഏത്തക്കാപ്പഴം, തേങ്ങ. അതാണ് ബനാന സ്റ്റീംഡ് പുട്ട്. പുട്ടും പഴവും അത് തന്നെ. അതുകൊണ്ട് കഴിക്കാൻ വലിയ പാടല്ലേ മാഡത്തിന്? ഇന്ന് ഏത് എക്സാം? ഹിന്ദി. ഓക്കെ. നാളെയും എക്സാം ഉണ്ടല്ലേ? സ്റ്റഡി ലീവില്ല നാളെ. അത് കഴിഞ്ഞ് മൺഡേ ഉള്ളൂ എക്സാം. പഠിച്ചോ ഹിന്ദിക്ക്? ഓൾ ദി വെരി ബെസ്റ്റ് വേദ. ദേ നിൽക്കണോ ഒരു മാങ്ങ, ദേ നിൽക്കണോ 2 മാങ്ങ. എൻ്റെ മുകളിൽ കാണും നിറയെ പൂവായിട്ട് നിൽപ്പുണ്ട്. ഇവിടെ ഇവിടെ അതേ വേറെ 2 കാ വന്ന് നിൽക്കണു. പിന്നെ കാണും. ഇന്നാളെ കണ്ടില്ല, 2 താഴെ വീണ് കിടന്നപ്പോഴാണ് ഇതിൽ മാങ്ങ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞത്. പക്ഷെ ഇപ്പോൾ കാണുന്നത് ഈ 3ഉം ആ 2 കുഞ്ഞും മാത്രമേ. അതേ ഒരെണ്ണം നിൽക്കണം അതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. 4 കണ്ടോ? എൻ്റെ മാവിൽ എത്ര മാങ്ങയും നമുക്ക്. എല്ലാം ആദൂസിൻ്റെ വീട്ടിലാണ്. പിച്ചി ആയാലും മാവായാലും എനിക്ക് തോന്നുന്നു വെയിൽ അങ്ങോട്ടായതുകൊണ്ടാവും അങ്ങോട്ടേക്ക്. നീ എന്ത് മാങ്ങ കാണാൻ ഇറങ്ങി വന്നതാ? മതിയെന്ന് പറയാനാണ് വന്നത്. കഴിയങ്ങോട്ടെ. ഒരു പഴം കഴിക്കില്ലേ നീ? കഴി അതത്രയും കഴി. പൊറോട്ടയും ചിക്കനും ആണെങ്കിൽ 2, 3, 4 വേണേലും കഴിക്കുമല്ലോ. അതത്ര കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ ചെറിയൊരു പുട്ടാണ് അരച്ചത്. അതിൽ കൂടുതലും ബനാനയാണുള്ളത്. കഴികൊച്ചേ. മോന്തിരിക്കണ നോക്ക്. മൊത്തം തേങ്ങയേ ഉള്ളൂ അതിനകത്ത്. അത് കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ് വേദു. ഫുൾ മാർക്കാണ്. എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. ബൈ ബൈ. അങ്ങനെ വേദക്കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം പിടുപ്പത്ത് ജോലി ഉണ്ടായിരുന്നു. 12:30 ആകുമ്പോൾ വേദയ്ക്ക് സ്കൂൾ വിടും. ഇനി ഈ മാസം ഞാൻ ഓട്ടോയിൽ വിടുന്നില്ല. കാരണം ഒരു 5-6 ദിവസത്തെ കാര്യമുള്ളൂ. എക്സാം ഡേയ്സ് മാത്രം പോയാൽ മതി. അതുകൊണ്ട് പിന്നെ ഓട്ടോയിൽ വിടണ്ടെന്ന് കരുതി ഞാൻ പിന്നെ ചിലപ്പോൾ നെട്ടയത്തൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വരാനും കൂടി എളുപ്പമാവില്ല. 5-6 ദിവസത്തേക്കാണല്ലോ എന്ന് കരുതിയിട്ട് ഓട്ടോ ക്യാൻസൽ ചെയ്തിട്ട് അപ്പം ഞാൻ പോയി വിളിക്കണം 12 മണിയാകുമ്പോൾ. 12 മണിക്ക് മുന്നേ എൻ്റെ ജോലികളെല്ലാം തീർക്കണമായിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ചോറ് വെച്ചു, മീൻ കറി വെച്ചു, മീൻ വറുത്തു, പയർ തോരൻ വെച്ചു. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. വേദ വരുമ്പോൾ ചോറ് കൊടുക്കണ്ടേ? അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നിന്നാൽ വീണ്ടും ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ കറക്റ്റ് സമയം 12:05. ഞാൻ ഓടിപ്പോയി വേദക്കുട്ടിയെ വിളിച്ചിട്ട് വരാവേ. വേദയെ പോയി വിളിച്ചിട്ട് വന്നു. ചോറ് കഴിച്ചു. ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് കരുതി മറന്നുപോയി. ചോറ്, മീൻ കറി, പയർ തോരൻ, മീൻ വറുത്തത്, അത്ര തന്നെ ഇന്നത്തെ ലഞ്ച്. നല്ല ഉറക്കം വരുന്നു. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. വേദയ്ക്ക് നാളെയും എക്സാം ഉണ്ട്, ട്യൂഷനുണ്ട് വൈകിട്ട്. നാളെ കമ്പ്യൂട്ടർ AI ആണ്. അതുകൊണ്ട് ഈസിയാണോ വേദ? ഈസിയാണ്, കുഴപ്പമില്ല. കുറച്ചൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പഠിച്ചാൽ മതി. എൻ്റെ ട്യൂഷനും പോകണം. എനിക്കൊന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ നെട്ടയത്ത് പോയി. വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനൊക്കെ ഇട്ട് നെട്ടയത്ത് പോയി. കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഗാരയുടെ ആ ഒരു ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീൻ. അത് അച്ഛനാണ് ഉപകാരപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റ് എന്ന് പറയുന്നത് അച്ഛൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് കൊടുത്തു. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ നീഡിൽ സാധനങ്ങളൊന്നും കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ കുത്തും, എടുക്കും, കളയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഒരുപാട് നാൾ പഴക്കമുണ്ട്. അപ്പോൾ പിന്നെ ഇത് പുതിയതായിട്ട് അതിനെ കൊണ്ടുവന്ന് ഞാൻ അങ്ങ് അച്ഛൻ്റെ കൊടുത്തു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അമ്മയുണ്ട്, ചീമയുണ്ട്. ചീമയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുകയാണ്. ചീമയുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി. ഫേസൊക്കെ ഫുൾ പിമ്പിൾസും പിഗ്മെൻറ്റേഷനും ഒക്കെ വന്ന് ആളാകെ വേറെ ഏതോ ഒരു മുഖമായിട്ടോ. ചീമയുടെ ക്യൂട്ട്നെസ്സൊക്കെ മാറി അങ്ങ് വല്ലാതെയായി. ഞാനതാ പറയുന്നത്. അല്ലെങ്കിൽ ഞാനും ചീമയൊന്നും സ്കിൻ കെയർ ചെയ്യില്ല. ഞങ്ങളിതൊന്നും കാര്യമായിട്ട് എടുക്കുന്ന ആൾക്കാരെ അല്ല ഞാനും ചീമയും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ യൂട്യൂബ് ബ്ലോഗ്സ് ചെയ്യുന്നത് കൊണ്ടാണ് വല്ലപ്പോഴും ലിപ്സ്റ്റിക് എങ്കിലും ചുണ്ടിലിടുന്നത്, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചീമയോട് പറയാം. പക്ഷേ ഇത് ചീമയുടെ ഫേസ്
ഫുൾ പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ കൂടി വൃത്തികേടാവും, അത്രയ്ക്ക് മുഖമെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അധികം സ്കിൻ കെയർ ഒന്നും കൊടുക്കാതിരിക്കണതാണ് നല്ലത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ. ഇതേ പുക വരുന്നത് കണ്ടോ? എല്ലാ വർഷവും നെട്ടയത്ത് ബാക്കിലും ഫ്രണ്ടിലും സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിറയെ കാടെല്ലാം പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അതെ, വീടിൻ്റെ ഫ്രണ്ട് കിടക്കുന്ന കോലം കണ്ടില്ലേ? കോർപ്പറേഷനിൽ പലവട്ടം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പോലും ആ കാട് വെട്ടാനായിട്ട് ആരുമില്ല. കുറച്ച് ഫുഡ് വേസ്റ്റ് കളഞ്ഞാൽ അതിന് കംപ്ലയിൻറ്റ് പറയാനായിട്ട് 100 പേരുണ്ടാവും കേട്ടോ. ആ കാട് വെട്ടിക്കളയാനോ അവിടെ നിന്ന് എന്നും പാമ്പും പഴുതാരയൊക്കെ എത്ര പ്രാവശ്യം വീടിനകത്ത് കയറി വന്നിട്ടുണ്ടെന്നോ, എത്ര പ്രാവശ്യം കോർപ്പറേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ആർക്കും അതൊന്നും ഒരു കാര്യമില്ല. ഇതുപോലെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് കാട് പിടിച്ചെടുപ്പുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് റബ്ബറും അതുപോലെ കരിയിലേക്കായിട്ട് നിറയെ കിടപ്പുണ്ട്. എല്ലാ വർഷവും ഈ സമ്മർ സീസൺ ആകുമ്പോൾ, വേനൽ സമയമാകുമ്പോൾ അവിടെ തീ കത്താറുണ്ട്, ഫയർഫോഴ്സ് വരാറുണ്ട്, തീ അണയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഇപ്പോൾ തീ കത്തി അങ്ങനെ ഫയർഫോഴ്സ് വന്ന് അണച്ചതിൻ്റെ പുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അമ്മ നെയ്യ് ഉരുക്കുന്നത് കാണണമെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നതാണ്. അങ്ങനെ അമ്മ നെയ്യ് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറിയാൽ നമ്മുടെ ആ ബാക്ക് സൈഡ് കത്തുന്നത് കാണാൻ പറ്റില്ല. ചിലപ്പോൾ കാണാൻ പറ്റും, നല്ല തീയൊക്കെയാണെങ്കിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഫയർഫോഴ്സ് അണച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അതിൻ്റെ പുക മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വണ്ടി ഫയർഫോഴ്സ് വന്നാണ് ഈ തീ അണച്ചതെന്നാണ് കേട്ടത് കേട്ടോ. എല്ലാ പ്രാവശ്യം ഞങ്ങൾ കാണാനൊക്കെ പോകും. ഇന്നിപ്പം ഞാൻ മടിച്ചു, ഞാൻ കാണാനൊന്നും പോയില്ല കേട്ടോ. അവിടെ ഇങ്ങനെ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 മണിക്ക് എന്തോണ് നമ്മൾ ഈ ന്യൂസ് അറിയുന്നത്. ഇപ്പോൾ ഒരു 6:30-7 മണിയായപ്പോഴും അമ്മ മെസ്സേജ് ഇട്ട് ഇപ്പോഴാണ് ഫയർഫോഴ്സ് എല്ലാം പോയത്. അത്രയ്ക്കും വേണ്ടി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കരിയിലൊക്കെ വീണേ. ഇപ്പോൾ ആരെങ്കിലും ഒന്ന് സിഗരറ്റ് വലിച്ചിട്ട് ഇട്ടാലും മതി, അതിൻ്റെ കനൽ കിടന്ന് കത്തിയാലും മതി. അല്ലെങ്കിൽ എല്ലാ വർഷവും ഉറപ്പായിട്ടും ഈ ഭാഗത്ത് തീ കത്തിയിരിക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഫയർഫോഴ്സ് വന്നാണ് എല്ലാ വർഷവും അണയ്ക്കാറുള്ളത്. ഇപ്പോൾ പറയുന്ന കേട്ടും ഫയർഫോഴ്സ് ഇനി കംപ്ലയിൻറ്റ് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന അവർ ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യും. കാരണം എല്ലാ വർഷവും അതൊരു വലിയ ഡേഞ്ചറായിട്ടുള്ള കാര്യമല്ലേ. എവിടെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റം ഫ്രണ്ട് കിടക്കുന്ന കണ്ടില്ലേ? ആ കാട്ടിലൊരു പഴത്തൊലി ഇട്ടാൽ അപ്പം വരും, ദേ അവിടെ പഴത്തൊലി ഇട്ടു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ കാട് വൃത്തിയാക്കിയിടണ്ടേ? അതുമില്ല. അതാണ് ഇവിടുത്തെ ഈ ഒരു നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരി, ഇത് വന്നപ്പോൾ അമ്മ ചോദിച്ചു അപ്പത്തിൻ്റെ മാവ് നാളെ വേദയ്ക്ക് കൊടുക്കാൻ വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വേദയ്ക്ക് മാത്രമായിട്ടുള്ള അപ്പത്തിൻ്റെ മാവും വാങ്ങിച്ച് ഞാൻ നേരെ വേദയും വിളിച്ച് തിരുമല വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴേക്കും ഇന്ന് രാവിലെ ഉറങ്ങിക്കിടന്ന് കറക്റ്റ് അലാം അടിക്കേണ്ട സമയത്ത് ടപ്പോന്ന് പറഞ്ഞിട്ട് ശബ്ദം കേട്ട് എല്ലാം ഓഫായി. ഇൻവെർട്ടറും വർക്കാവുന്നില്ല, ഒന്നും വർക്കാവുന്നില്ല. ഫാനൊക്കെ അങ്ങ് ഓഫായേ. എന്നിട്ട് ഞാൻ കരുതി നമ്മുടെ റൂമിൽ മാത്രം ഫാൻ അടിച്ച് പോയതാവും എന്ന് കരുതി പോകുന്നൊരു ശബ്ദം കേട്ടാട്ടോ ഓഫായത്. അപ്പോൾ ഫാൻ ഓഫ് കോഴ്സ് അടിച്ച് പോയതാവും എന്ന് കരുതി അപ്പുറത്തെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ റൂമിലും കറണ്ടില്ല. അങ്ങനെ താഴ്ച നോക്കിയപ്പോൾ ഇൻവെർട്ടറൊന്നും വർക്ക് ആവുന്നില്ല, ഫുൾ ട്രിപ്പായി കിടക്കുന്നുണ്ട്. അത് ട്രിപ്പായതെല്ലാം ഞാൻ ഓൺ ചെയ്തിട്ട് നോക്കിയപ്പോൾ ഈ ഫാൻ വീണ്ടും വർക്ക് ആവുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലൊരു ശബ്ദം കേട്ട് വീണ്ടും ഓഫായി. ഫുൾ ട്രിപ്പ് ആവുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായി ഫാൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന്. അങ്ങനെ ചേട്ടനെ വിളിച്ചു. നമ്മുടെ ശ്രീ ബിന്ദു ഇലക്ട്രിക്കൽസിൽ നിന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു ഫാൻ കൊടുത്ത് വിടാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ അവിടുന്ന് ഫാനും കൊണ്ടാണ് വന്നത് കേട്ടോ. ഞാനിപ്പോൾ എന്ത് സാധനം ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങണമെങ്കിലും ശ്രീ ബിന്ദൂസിനെ വാങ്ങുള്ളൂ. തകരപ്പറമ്പിലാണ് ശ്രീ ബിന്ദൂസ്. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നല്ല ലാഭത്തിന് കിട്ടുന്നൊരു കട കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത്. നമുക്ക് വീട്ടിൽ അവർ എത്തിച്ചു തരും സാധനങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ രാവിലെ വിളിച്ച് അതിൻ്റെ ഓണർ കണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ സാധനം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഏത് വേണമെന്നുള്ള ഫോട്ടോസൊക്കെ ഇട്ട് തന്നു. നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്നപ്പോൾ കൊടുത്തു വിട്ടു. അല്ലെങ്കിലും അവർ നമ്മൾക്ക് ഹോം ഡെലിവറി ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല റേറ്റ് ഇട്ട് തരും. പ്രത്യേകിച്ച് എന്നെ വീഡിയോ കണ്ടിട്ടാന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് തരും കേട്ടോ. അങ്ങനെ ഡിന്നറിനുള്ള സമയമായി. ഇവിടെ ചോറും മീൻകറിയും ഒക്കെ ഉണ്ടെങ്കിലും വേദയ്ക്ക് ഇതൊന്നും വേണ്ട. വേദയ്ക്ക് വേറെ എന്തെങ്കിലും മതി. അപ്പോൾ പാലും പഴവും കപ്പലണ്ടിയും കൂടെ മിക്സ് ചെയ്തൊരു സാധനമാണ് ഇന്ന് വേദയ്ക്ക് കൊടുക്കുന്നത്. എടാ ഇത് മധുരം ഉണ്ടോയെന്ന് പറഞ്ഞു. ഞാനേ ഇപ്പോൾ ഷുഗർ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ ജ്യൂസ് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഷുഗർ ഇടുമ്പോൾ പെട്ടെന്ന് അലിയാൻ പാടും. പൊടിച്ച് വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ആവും. വേദ കുടിച്ച് നോക്ക്. ഷുഗർ ഉണ്ടോന്നൊക്കെ ഞാൻ കിട്ടിത്തരാം. ഇല്ലേ? നീ ഇടണ്ട, ഞാൻ ഇടത് പൊടിച്ച് വെച്ചിരിക്കണോണ്ട് കറക്റ്റ് അളവ് അറിയാൻ പറ്റില്ല. അത് അരച്ചിട്ടോ. ആ മതി 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 മതി, അത്രയും വേണ്ട. ആ എനിക്ക് തോന്നി ആ തട്ടുമ്പോൾ അങ്ങനെ വരുള്ളൂ. ഭയങ്കര മധുരമായിരിക്കും കേട്ടാ. കുറേ പാത്രങ്ങൾ കഴുകാൻ കിടക്കണം. ഇനി കുടിച്ചു നോക്ക്.
നല്ല മധുരമായിരിക്കും. ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞില്ലേ, മധുരമില്ലേ? ആ മധുരം വന്നുള്ളത് മെൽറ്റായി കാണില്ല. പൊടിച്ചു വെച്ചെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആവണ്ടേ. നമ്മൾ ഉപ്പിട്ടാലും ഒന്ന് ഉപ്പ് അലിയാനുള്ള സമയം കൊടുക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം കഴിയാണ്. ചൂട് 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 ചൂട്. നട്ടേതാകുമ്പോൾ ഒന്നും അറിയില്ലല്ലോ, കിച്ചണിലൊന്നും കയറുന്നില്ലല്ലോ, ചുമ്മാ കയറി ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഈ ചൂടിനെ പറ്റിയൊന്നും അറിയില്ല. ഇവിടെ വരുമ്പോൾ അടുക്കളയിൽ കയറുമ്പോൾ ചൂടും അങ്ങോട്ട് തുടങ്ങും, ഭയങ്കര ചൂട്. എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.